ഷലോം. ഞറീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും ഒരു സൂര്യ അസ്തമയം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ പുറകില് ഒരു മനോഹാരിത ഫീൽ ചെയ്യുന്നില്ലേ? ഇത് യെരുശലേമാണെന്ന് തോന്നുന്നുണ്ടോ ഈ പ്ലേസ് കണ്ടിട്ട് നിങ്ങൾക്ക്? മരങ്ങളും മൗണ്ടനും ഒക്കെ ആയിട്ട് മനോഹരമായൊരു പ്ലേസിലെ യെരുശലേമിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് നോക്കിയേ. മരുഭൂമിയെ നീ മലർവാടിയാകായ ഘോഷുവ നാമത്തിനായി, അസാധ്യമേ വഴി മാറുക മാറുക യേശുവ നാമത്തിനായി. ഇത് നോക്കിയേ, ഇതാണ് യെരുശലേമിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. യെരുശലേമിൻ്റെ മൗണ്ടൻ എന്ന് പറയുന്നത് കണ്ടോ? എന്തുമാത്രം പച്ചപ്പായി നിൽക്കുന്നു നിങ്ങൾ നോക്കിയേ ഈ മൗണ്ടൻ. ഇത് കണ്ടാൽ ഒരു കേരള ലുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇതെല്ലാം ഇസ്രായേൽ വെച്ച് പിടിപ്പിച്ചതാണ്. വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല, അത് ഇസ്രായേൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. അതായത് ഈ കാട്ടറബികൾ ഈ നാട് പിടിച്ചെടുത്ത് വാസം ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ശൂന്യമായ മുള്ളും പറക്കാരയും മാത്രം കൊണ്ട് നിറഞ്ഞു നിന്നതായിരുന്നു ഈ ദേശം. പക്ഷെ എന്നാണോ ഇസ്രായേൽ മക്കൾ കാല് വെച്ചത്, അന്നു മുതൽ ഇസ്രായേൽ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. കാൽ മിതിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും, കൺപാർക്കും ഭൂമിയെല്ലാം കൾവാരിക്കൊടി പറക്കും. കാൽ മിതിക്കും ദേശമെല്ലാം കർത്തർക്ക് സ്വന്തമാകും, കൺപാർക്കും ഭൂമിയെല്ലാം കൾവാരിക്കൊടി പറക്കും. അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു നാട്ടിലിരുന്നു കൊണ്ട്, യെരുശലേമിലിരുന്നു കൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ സ്വർഗം എനിക്ക് കൃപ തന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പുറകിൽ നിങ്ങൾക്ക് കാണുന്നത് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു സീനറി തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, സൂര്യൻ ഇങ്ങനെ താണു പോയിക്കൊണ്ടിരിക്കുന്നു. വാവ്, എത്ര മനോഹരമായിട്ടാണ് ഈ പ്ലേസ് ഉള്ളത്. എത്ര സുന്ദരം, എത്ര മനോഹരം, എത്ര മനോഹരം ഈ ജന്മം. ഇത് ദൈവത്തിൻ ദാനം, സ്നേഹത്തിൻ ദാനം, സ്വർഗീയനാഥന്റെ മോഹന സ്വപ്നം. കണ്ടോ, വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്ലേസ് അല്ലേ? ഇത് ഇവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഹദാസ എന്ന് പറയും. ഹദാസ എൻ കെരേം. എൻ്റെ ഡ്യൂട്ടി ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് നിന്ന് ലൈവ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ വളരെ മനോഹരവും വിശിഷ്ടവുമായ ഒരു പ്രദേശമാണ് നമ്മുടെ യെരുശലേം എന്ന് പറയുന്നത്. യെരുശലേമിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് തന്നെ മലകളാലും ഒക്കെ ചുറ്റപ്പെട്ട നാടാണ് യെരുശലേം. യെരുശലേം ചുറ്റും മലകളുടെ ഒരു എന്താ പറയുന്ന ഒരു കൂമ്പാരം തന്നെയാണ് യെരുശലേം എന്ന് പറയുന്നത്. ഇന്ത്യയെ ഓർമ്മിക്കുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരട്ടെ. ഇന്ത്യക്കകത്ത് പ്രത്യേകിച്ചും തമിഴ്നാടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനം. കാരണം ഈ പണ്ടത്തെ എങ്ങാണ്ട് ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടമാണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാണ്ടില്ല. കാരണം ഇത് ഇന്ത്യക്കകത്ത് തമിഴ്നാട്ടിലുള്ള ഒരു മോഡലിലാണ് അതിൻ്റെ ഒരു പണി. കാണിച്ചു തരട്ടെ ഞാൻ നിങ്ങൾക്ക്. ഇതേ നോക്കിയേ, കണ്ടോ? ആക്ച്വലി ഇത് തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. വൈറ്റ് ബ്രൗണ് എന്ന് പറയുന്ന സംതിങ് ഇല്ലേ, ഇങ്ങനത്തെ ഒരു മോഡല്. ഇത് പണ്ടത്തെ എന്തോ ഒരു അവശിഷ്ടമാണ്. അതുകൊണ്ടാണത് അവരങ്ങനെ കളയാതെ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. എന്താണ് ആക്ച്വലി എന്നുള്ളത് എനിക്കിതുവരേക്കും മനസ്സിലായിട്ടില്ല. സംതിങ് അത് എന്തോ ഒന്ന് സംതിങ് ഓൾഡാണ്. പക്ഷെ അത് ഇന്ത്യയിൽ മാത്രമേ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, തമിഴ്നാടിൻ്റെ ഒരു ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വൈറ്റും ഇതൊക്കെ ആയിട്ടുള്ള ഒരു മതിൽക്കെട്ടുകൾ കാണാൻ പറ്റും. നിങ്ങളാരെങ്കിലും സൺസെറ്റിന്റെ പിക്ചർ ഞാൻ എടുത്തിട്ടുണ്ട്. എത്ര സുന്ദരം, എത്ര മനോഹരം, എത്ര. ഞാൻ വേറൊരു ഫോണിനകത്ത് എടുത്ത് നോക്കാം സൺസെറ്റിന്റെ. അയ്യോ, ഈ ഫോണിനകത്തുള്ള ഭംഗി ഈ ഫോണിൽ ഇല്ലല്ലോ ആക്ച്വലി. എന്നാ രസമുണ്ടല്ലോ ഇത് കാണാനായിട്ട്.
അല്ലേ? ഷൈനി വർഗീസ്, അതെ. ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോഴായിരിക്കും അതേന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വെയ്യാനിക്കാർ ലോലി ഫഹദ് വെയ്യാനിക്കാർ ലോലി ഫഹദ്. അങ്ങനെ ഹിന്ദു ടെമ്പിള്, ഐ ഡോണ്ട് നോ ഹിന്ദു ടെമ്പിൾ. പക്ഷെ ഇന്ത്യയിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ, തമിഴ്നാടുകളിൽ ഹിന്ദു ടെമ്പിളിലല്ല അല്ലാതെ തന്നെ സ്ഥലങ്ങളിലും ഇതുപോലത്തെ പിക്ചർ കണ്ടിട്ടുണ്ട് ഞാൻ, ഹിന്ദു ടെമ്പിളിൽ മാത്രമല്ല. ഓക്കെ, എനിവേ റോബർട്ട് ജോൺ ഇന്ന് എന്നാ പാട്ടൊക്കെ വരുന്നുണ്ടെന്നാ? അയ്യോ, പാട്ട് വരുന്നുണ്ടോ? ലെബനോനും ഹിസ്ബുള്ളയൊക്കെ കരയുന്ന കരച്ചിൽ കാണുമ്പോ പാട്ട് പാടാതെ ഞാൻ എന്നാ ചെയ്യും? ഞാന് പട്ടികടിക്കല്ലേ വീട്ടുക ഇസ്രായേലെ, ഞങ്ങള് മുഹമ്മദ് കോയയുടെ പിള്ളേരാണേ, നേരാണേ അത് നേരാണേ, ഞങ്ങള് മുഹമ്മദ് കോയയുടെ പിള്ളേരാണേ. കഴുതയുടെ ബുദ്ധിയും കുറുക്കന്റെ ബുദ്ധിയും രണ്ടും ചേർന്നൊരു വർഗമാണ്, നേരാണേ അത് നേരാണേ, ഞങ്ങൾ രണ്ടും ചേർന്നൊരു വർഗമാണ്. കഴുതയുടെ ബുദ്ധിയും കൊണ്ട് ഇസ്രായേലിനോണ്ടി കണ്ടം വഴി ഹിസ്ബുള്ള ഓടിപ്പോയേ, നേരാണേ അത് നേരാണേ, കണ്ടം വഴി ഹിസ്ബുള്ള ഓടിപ്പോയേ. വേറൊരു പാട്ടുണ്ട് അതിനേക്കാൾ രസകരമായൊരു പാട്ട്, എന്ത് വിധി ഇത്. ഞാൻ വിചാരിക്കുന്നത് പാട്ടുകാർ ഇവർക്ക് ഓർത്തെഴുതിയതായിരിക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഹമാസിനെ ഓർത്തെഴുതിയ പാട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പാട്ടിന്റെ പുരസ്കാരം കൊടുക്കുന്നതിന്, അതായത് ട്രോളാതെ തന്നെ ട്രോളിക്കൊണ്ടൊരു പാട്ട് എഴുതിയതിന് അവർക്ക് തന്നെ, അതായത് ഒറിജിനൽ പാട്ട് ട്രോളായി മാറിയത്, സത്യം പറഞ്ഞാൽ അതിന് ഒരു പ്രത്യേക എന്താ പറയുന്ന അവാർഡ് തന്നെ ഈ പാട്ടിന് കൊടുക്കണം. എന്ത് വിധി ഇത്, വല്ലാത്ത ചതീത്, ഓർക്കാപ്പുറത്തെന്റെ പിന്നീന്നൊരടീത്, മൊത്തം ഇരുട്ടാണ് അതിനകത്തിരിപ്പാണ്, കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്, മൊത്തം ഇരുട്ടാണ് അതിനകത്തിരിപ്പാണ്, കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്, കേഴുന്നു നിന്നോട് തൊഴുത് ഇസ്രായേലെ വെടിയൊന്ന് നിർത്ത്, ദൈവമേ ഈ ദുരന്തം എന്തിനിങ്ങനെ. എനിക്കതല്ല, ഇവന്മാരുണ്ടല്ലോ ഇസ്രായേലിന് വന്ന് ഒക്ടോബർ 7-ാം തീയതി നോണ്ടിയപ്പം എന്നാ ചിരി, എന്നാ ആവേശം, എന്നാ വാർത്തകളായിരുന്നേ. വാർത്തകളിൽ മുഴുവനും മറയുകയാണ് എന്തുവാ, ഹിസ്ബു എന്തുവാ, ഹമാസ് പോരാളികൾ നോക്കിയേ ഇസ്രായേലിന്റെ. ഞാൻ നിങ്ങൾക്കൊരു സത്യം തുറന്നു പറയട്ടെ, ഇനിയാണ് നിങ്ങൾക്ക് ആ ട്വിസ്റ്റ് ഞാൻ നിങ്ങളോട് റിവീൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ വാർത്തകളും മാധ്യമങ്ങളും എല്ലാം പറഞ്ഞില്ലായിരുന്നോ, മൊസാദിന് എന്തേ അറിയത്തില്ല, ലോക മൊസാദിന് അറിഞ്ഞില്ലേ, ലോക മൊസാദിന്റെ വീഴ്ചയല്ലായിരുന്നോ, പിന്നെ പോരാത്തതിന് എന്താണ് എന്തുവാ ഇസ്രായേലിന്റെ അയൺ ഡോം എന്തേ, അയൺ ഡോമിന്റെ പ്രതിരോധം എന്തേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചില്ലായിരുന്നു. ഇസ്രായേലിന്റെ മൊസാദിനെ കളിയാക്കാൻ യുവമാർക്കൊരു അവസരമായിരുന്നു. പിന്നെ അയൺ ഡോമിന്റെ പ്രതിരോധം എന്താണെന്ന് തീർക്കാൻ. എന്നാൽ നിങ്ങൾക്കൊരു സത്യം ഞാൻ തുറന്നു പറയട്ടെ, മൊസാദല്ല ഷബാക്കാണ് സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മൊസാദല്ല, ഇസ്രായേലിന്റെ അതിർത്തിയിലുള്ള പലസ്തീൻ പ്രദേശങ്ങളുടെ കാര്യങ്ങളുടെ എല്ലാം ഷബാക്കാണ്. കാരണം പലസ്തീൻ ഒരു അന്യരാജ്യമല്ല പലസ്തീൻ. അതുകൊണ്ട് തന്നെ പലസ്തീനിലുള്ള കാര്യങ്ങളുടെ രഹസ്യ വിവരമൊക്കെ ചോർത്തിയെടുക്കേണ്ടത് ഷബാക്കിന്റെ പ്രത്യേകതയാണ്, ഗുണമാണ്. ഷബാക്കാണ് അത് ചെയ്യേണ്ടത്, അല്ലാതെ മൊസാദ് അല്ല. മൊസാദ് ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മൊസാദ് ചെയ്യുന്നത്. ഇപ്പൊ ഹിസ്ബുള്ളയുടെ വീടുകളിലെല്ലാം തന്നെ, ഹിസ്ബുള്ള ഒരു ലെബനോൻ ഒരു രാജ്യമാണ്. അപ്പൊ ആ രാജ്യമായിരിക്കുന്നതുകൊണ്ട് തന്നെ ലെബനോന്റെ വീടുകളിനകത്തൊക്കെ മിസൈലുകളും റോക്കറ്റുകളിലും കുത്തി നിറച്ചിരിക്കുന്നത് മുഴുവനും മൊസാദ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് മിസൈലുകൾ മുന്നേ ഇട്ട് തന്നെ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു മിനിറ്റ്, ബൈജു സഹോദരി ധൈര്യമായി വീഡിയോ ചെയ്യൂ. എന്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു മത തീവ്രവാദി മലയാളിയാണെന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അതിന്റെ ഉദാഹരണമാണ് സഹോദരിക്ക് കിട്ടുന്ന കമന്റ്. അതെ തീർച്ചയായിട്ടും
പാകിസ്ഥാൻ കഴിഞ്ഞാൽ മത തീവ്രവാദികൾ ഉള്ളത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് എന്നെ ഇവന്മാർ ഈ പച്ചയ്ക്ക് തെറി വിളിക്കുന്നതും ആഭാസം പറയുന്നതും മുഴുവനും. അപ്പോൾ സംഭവം വേറൊന്നുമല്ല. സംഭവം ഈ മൊസാദിന് എന്ത് പറ്റി? അയ്യോ, മൊസാദിന്റെ ഇസ്രായേലിന്റെ അയൺഡോം വീണുപോയോ, ഇവരകത്ത് കയറി ഇത്രയെണ്ണത്തിനെ കൊന്നുകളഞ്ഞല്ലോ, ആനയാണല്ലോ, പൂനയാണല്ലോ, ചപ്പാണല്ലോ, ചവറാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ ഇസ്രായേൽ മാധ്യമങ്ങളെല്ലാം തന്നെ. ആക്ച്വലി ഈ വൃത്തികെട്ട ചെറ്റകൾ അകത്ത് കയറുന്നു എന്നുള്ള കാര്യം ഷബാക്കിന് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ ഇവറ്റിങ്ങളെ തീർക്കാൻ ചുമ്മാതെ ഒന്നും ഈ ഊളകളെ, ഈ ഹമാസ് തീവ്രവാദികളെ ചുമ്മാതെ കയറി നേരിടാനൊന്നും പറ്റത്തില്ല. പോയൊന്നും ഈ ഊളകളെ ചുമ്മാതെ പോയി നേരിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? കരഞ്ഞു മോങ്ങി നിലവിളിച്ച് ഈ ലോക കോടതിയും അവരും ഇവരുമെല്ലാം, ഓ ഇസ്രായേൽ ദാ കാട്ടിക്കൂട്ടുന്ന അക്രമം കണ്ടില്ലേ, ഇപ്പോഴേ കടന്ന് കാട്ടിക്കൂട്ടുക, കരഞ്ഞു നിലവിളിക്കുകയാണ്. അഥവാ ഇസ്രായേൽ ചുമ്മാതെ അങ്ങോട്ട് ഇവിടെ ഈ തീവ്രവാദികളെ ഒഴിപ്പിക്കണം, ഈ തീവ്രവാദികൾ രാജ്യത്തിന് അപകടമാണെന്ന് വിചാരിച്ചിട്ട് ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഉറപ്പായിട്ടും ഈ പേര് ദോഷം ഇസ്രായേലിന് കിട്ടും. അതുകൊണ്ട് ഇസ്രായേൽ തക്കം പാത്തിരുന്നത് ഇവന്മാര് കാട്ടിക്കൂട്ടുന്നതെല്ലാം ഇസ്രായേൽ മനസ്സിലാക്കി. എല്ലാം കഴിഞ്ഞ് ഇവന്മാരുടെ തുരങ്കങ്ങളെ തകർക്കണമെങ്കിൽ ഇവന്മാരുടെ ഉള്ളിലേക്ക് കയറി ചെല്ലണം. അകത്തോട്ട് കയറി ചെല്ലണമെങ്കിൽ അവസരം ഇസ്രായേലിന് വേണം. അല്ലാതെ അകത്തോട്ട് കയറി ചെന്ന് ഇവന്മാരുടെ തുരങ്കങ്ങൾ തീർത്തു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇസ്രായേലിന്റെ ഷബാക്കിന് നേരത്തെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഇവന്മാരൊരു പദ്ധതി തയ്യാറാക്കുന്നു. ഈ പൊട്ടന്മാർ, ഈ മണ്ടന്മാർ, ഈ മരക്കഴുതകള് ഇസ്രായേലിനോത്തോട്ട് നുരഞ്ഞു കയറാനുള്ള തക്കം പാർക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് സിഗ്നലുകൾ ഇസ്രായേലിന് കിട്ടിയതാണ് ഇവന്മാരകത്തോട്ട് കയറുന്നു എന്ന്. കാരണം വെച്ചാൽ ഇസ്രായേലിന്റെ എല്ലാ വോളിനും ഒരു പ്രത്യേകതയുണ്ട്. ഇവന്മാരുടെ അതിർത്തി വോളുകളിലെല്ലാം തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു അതിർത്തി വോളിന് അത് കൈ കൊണ്ട് വെച്ചാൽ പോലും അലാറാം സിസ്റ്റം അടിക്കും. അത് നിയന്ത്രിക്കുന്ന ആളുകൾ ഇസ്രായേലിലെ ആപ്പ-ഊപ്പകളൊന്നുമല്ല, നല്ല കഴിവും ബോധവും ഉള്ളവരൊക്കെയാണ് അത് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലാറാം സിസ്റ്റം വർക്കായിരുന്നു. അവിടുത്തെ അലാറാം സിസ്റ്റം വർക്കായിരുന്നു. ആ അലാറത്തിന് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു, അവർക്ക് പാസ് ചെയ്തിരുന്നു. ഷബാക്ക് വഴിക്കും ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവറ്റിങ്ങൾ അകത്ത് കയറണമായിരുന്നു. ഇസ്രായേലിന് ഇന്ന് യുദ്ധം നിന്ന് പ്രഖ്യാപിക്കാൻ തക്കവണ്ണം ഇസ്രായേലിന് ഒരു അവസരം കിട്ടിയത് ഈ ഊളകളെ അകത്ത് കയറാൻ വിട്ടിട്ട് കണ്ടം വഴി അടിച്ച് ഓടിക്കത്തില്ലേ നമ്മൾ, ആ അടിയാണ് ഇസ്രായേൽ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് നിങ്ങൾ ഈ ചാനലുകളെല്ലാം കരഞ്ഞല്ലേ, ഇസ്രായേലിന് കഴിവില്ലേ, ബുദ്ധിയില്ലേ, മൊസാദിന് എന്തോ അറിയത്തില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. മൊസാദിനേക്കാളും അറിയേണ്ടത് ഷബാക്കാണ്. മൊസാദിന് ഇതിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതറിയാത്ത പൊട്ട ചാനലുകളാണ് ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നത്, മൊസാദിനെ കൂട്ടുപിടിക്കുന്നത്. പലസ്തീൻ വിഷയത്തിനകത്ത് മൊസാദ് അല്ല കൈകാര്യം ചെയ്യുന്നത്, പലസ്തീൻ വിഷയത്തിനകത്ത് ഷബാക്കാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെയോ ഹിസ്ബുള്ളയുടെ കാര്യത്തിനകത്ത് മൊസാദാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്യരാജ്യമാണ്. ഒരു രാജ്യം ഇന്റർനാഷണൽ പരമായിട്ട് ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം, ഒരു രാജ്യത്തിന് നടക്കുന്ന ചാരപ്രവൃത്തിയെല്ലാം മൊസാദാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ പലസ്തീൻ ഒരു രാജ്യമല്ല. പലസ്തീൻ ഇസ്രായേലിന്റെ അതിർത്തിയിൽ കിടക്കുന്ന സംഭവമായതുകൊണ്ട് ഇസ്രായേൽ അതിർത്തിക്കകത്ത് നടക്കുന്ന ചാരപ്രവൃത്തികളെല്ലാം തന്നെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഷബാക്കാണ്. അതുകൊണ്ട് ഇസ്രായേൽ വളരെ ബുദ്ധിപരമായി തന്ത്രപരമായിട്ട് തന്നെ ഇസ്രായേൽ എന്ത് ചെയ്തു, അന്ന് ഈ വിവരം കെട്ടവന്മാർ, ഈ മരക്കഴുതകളെ ഇസ്രായേലിൽ നുഴയാൻ വേണ്ടി ഇവന്മാർ പദ്ധതി തയ്യാറാക്കിയപ്പോഴേ ഇസ്രായേൽ കുറിച്ചു വെച്ചിരുന്നു, കയറുന്നവന്മാർ കയറട്ടെ, എന്നാലേ തിരിച്ചു കയറി കണ്ടം വഴിക്ക് കൊടുത്ത് ഇവന്മാരെ ഓടിക്കാൻ പറ്റത്തോളം ഇസ്രായേൽ മനസ്സിലാക്കിയിട്ട് ഇസ്രായേൽ മൗനം പാലിച്ചതാ പ്രിയ സഹോദരങ്ങളെ, ഒരു 5 മണിക്കൂറത്തേക്ക്. അതുകൊണ്ടാണ് ഇസ്രായേൽ ആ മൗനം പാലിച്ചത് ഇസ്രായേലിന് ഗുണമായി തീർന്നു. ഈ ചെറ്റകളെ, ഈ ഹമാസ് തീവ്രവാദികളെ ഇന്ന് ഒന്നടങ്കം തീർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. യാഹിയ സിൻവാറും മണ്ണടിഞ്ഞു, ഹൂറിയുടെ അടുത്ത് പോയി. ആ കഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അത് പറയാൻ അതിന്റെ ഒരു തലവൻ വേണ്ടേ? അതിന്റെ തലവൻ പറയണമെങ്കിൽ അത് ഖാലിദ് മഷാലാണ്. അവനിപ്പോ എവിടെയാ ഒളിവിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇസ്മായിൽ ഹനയ എന്ന് പറയുന്നവനെ ഇപ്പോഴും ചിന്തിക്കുമ്പോൾ അതിശയം തോന്നുകയാണ്. ഇറാന്റെ മണ്ണിൽ പോയി പ്രസിഡന്റിന്റെ വസതിയുടെ അടുത്ത് പോയിട്ട് ഇസ്മായിൽ ഹനന്യ എന്ന് പറയുന്ന ഹമാസിന്റെ ഏറ്റവും വലിയൊരു നേതാവിനെ, ഖത്തറിന്റെ പിന്തുണയും സഹായവും കൊണ്ട് പുളകം കൊണ്ട് ജീവിച്ചവനെ തീർത്ത് കളയണമെന്നെങ്കിൽ മൊസാദ് ആരാണ് മക്കളെ? മൊസാദ് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, മൊസാദ് ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പം അത്രയും വലിയ ഒരു
സമൂഹമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ ബുദ്ധി വൈഭവ്യം നിങ്ങൾക്കറിയത്തില്ല. എന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കേരളത്തെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഒരു സൗന്ദര്യമാണ് ഈ കാണുന്ന മൗണ്ടൻ എന്ന് പറയുന്നത്. എന്റെ പുറകിൽ കാണുന്ന മൗണ്ടൻ കണ്ടില്ലേ നിങ്ങൾ? കേരളത്തെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സൗന്ദര്യമാണ് ഇസ്രായേലിന്റെ മൗണ്ടൻസ് എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാം തന്നെ ഇസ്രായേലിന് ഇത് തിരിച്ചു വന്നപ്പോൾ കിട്ടിയതാ ഇതൊക്കെ. പണ്ട് ഈ രാജ്യത്ത് ഈ മുറിയന്മാര് താമസിച്ചുകൊണ്ടിരുന്നപ്പം പുല്ല് പോലും കിളുക്കത്തില്ലായിരുന്നു ഈ പരിസരത്തൊന്നും. പുല്ല് പോലും കിളുക്കാതെ വെറും കരിഞ്ഞ പാറക്കഷ്ണങ്ങൾ കൊണ്ട് മൂടിക്കിടന്നതായിട്ടുള്ള സ്ഥലം ഇന്ന് കേരളത്തെ വെല്ലുന്ന വച്ചപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ ടെക്നോളജിയാണ്, ഇസ്രായേലിന്റെ കഴിവാണ്. ദൈവം ഇസ്രായേലിന്റെ ഒപ്പം നിന്നപ്പോൾ നീ കാല് ചവിട്ടുന്ന ദേശം മൊത്തവും അനുഗ്രഹിക്കപ്പെടും. അവിടെ മുള്ളും പറക്കാരെയും അല്ല, പിന്നെയോ അത്തിവൃക്ഷവും സരളവൃക്ഷവും ബദാം വൃക്ഷങ്ങളും അവിടെ തളിർത്തു വളരും. നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. അവിടെ മുന്തിരി ഫലം തരും. അവിടെ നിനക്ക് നിനക്ക് അത്തിപ്പഴം പറിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് സെഖരിയാ പ്രവചനത്തിൽ എഴുതി വെച്ചത് വെറുതെയാണോ? ഇതെല്ലാം പ്രവചനത്തിന്റെ നിവൃത്തിയാണ് പ്രിയ സഹോദരങ്ങളെ. ഇത് പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്കും വലിയൊരു മനോഹാരിതയേറിയ ഒരു രാജ്യമായി ഇന്ന് ഇസ്രായേൽ ലോകം മുഴുവനും ചർച്ച ചെയ്യുകയാണ്. ലോകം മുഴുവനും ഭയത്തോടും ഭീതിയോടും ആശ്ചര്യത്തോടും നോക്കിക്കാണുകയാണ് ഇസ്രായേലിനെ. അത്രത്തോളം ഇസ്രായേൽ പണ്ട് കാലത്ത് ഇതുപോലെയായിരുന്നു. ദെബോര, രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ മിസ്രൈമിൽ, ഒരു മിനിറ്റ്, ഷലോം, ഞറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. എന്റെ സഹോദരങ്ങളെ, എന്റെ ഫോണ് ഒരു കോള് വന്ന് കട്ടായിപ്പോയി. അതാണ് ലൈവ് കട്ടായിപ്പോയത്. സോറി കേട്ടോ, ലൈവ് കട്ടായിപ്പോയി. നിങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഫോൺ ക്ലോസ് ആയി പോയത് വല്ലാത്തൊരു കഷ്ടമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, എനിവേ, എന്തായാലും വളരെ സന്തോഷം തോന്നുകയാണ് ഈ ദിവസത്തെ ഓർത്ത്. ഇസ്രായേൽ ജനത്തിന്റെ ആ കീർത്തിയും ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള പ്രശസ്തിയും ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെക്കുറിച്ച് ലോകം മുഴുവനും ഉറ്റുനോക്കി കാണുകയും ആ രാജ്യത്തിന്റെ എല്ലാവിധ ഗുണഗണങ്ങളെക്കുറിച്ചും ആ രാജ്യത്തിലെ ജനത്തെക്കുറിച്ചും ഒക്കെ ജനങ്ങൾ ആശ്ചര്യത്തോടുകൂടിയും ഭീതിയോടും കൂടിയും കാണുന്നു എന്ന് കാണുമ്പോൾ തന്നെ ദൈവവചനം ഒന്നുകൂടി റിമെമ്പർ ചെയ്യാനായിട്ട് മനുഷ്യർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോറയിൽ എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ നമുക്ക് മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ ദൈവം പുറപ്പെടുവിച്ച് വരുന്ന സമയത്ത് ഫറവോനെയും കൂട്ടരെയും എല്ലാം വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നുകളഞ്ഞു കർത്താവ്. അത് ദൈവം ചെയ്തൊരു കാര്യമാണ്. സകല ഒറ്റയടിക്ക് വെള്ളത്തിൽ തള്ളിയിട്ട് ദൈവം കൊന്നുകളഞ്ഞു. അപ്പോൾ ആ ഒരു ഓർമ്മ, ആ ഒരു ഭീതി അന്നത്തെ രാജ്യത്തിലെ രാജാക്കന്മാർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇവർ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ ഇസ്രായേൽ മക്കളെന്ന് അറിയപ്പെട്ടിരുന്നു. അയ്യോ, വരുന്നത് ഇസ്രായേൽ മക്കളാണ്, യൂഥേ വൗഖേ എന്ന് പറയുന്നവർക്കൊരു ദൈവമുണ്ട്. അവിടുത്തെ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഭീതിയോടെ കണ്ടിരുന്നവർ. യെരിഹോവിലേക്ക് ഇവർ കടക്കുമ്പോൾ തന്നെ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ ഒറ്റുകാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവം ചെയ്ത കാര്യങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് തന്നെ ഞങ്ങൾക്ക് ഭീതി ഉളവാക്കി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഞങ്ങളുടെ രാജ്യത്തിലുള്ളവർക്ക് അതൊരു അതിശയകരമായി മാറി, എല്ലാവരും ഭയത്തിലാണ് എന്ന് പറഞ്ഞിട്ട് രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, ആരോട് പറയുന്നുണ്ട്, എരിഹോ ഒറ്റ നോക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉടനീളം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഇപ്പോൾ ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അത് ഓർക്കുമ്പം വളരെ സന്തോഷം തോന്നുകയാണ്. ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ യെരുശലേമിൽ തന്നെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഈ മഹാസദ്വർത്തമാനവും സന്തോഷവും ദൈവവചനത്തിൽ ഉടനീളം നടക്കുന്ന കാര്യത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയെല്ലാം തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ യെരുശലേമിൽ തന്നെ ആക്കി വെച്ചിരിക്കുന്നത് ഓർക്കുമ്പം ഇറ്റ്സ് അമേസിങ്. ദൈവത്തിന്റെ പ്രവൃത്തി അല്ലാണ്ട് ഇത് വേറൊന്നും അല്ല പ്രിയ സഹോദരങ്ങളെ. കാരണം ഇവിടെ വന്ന് ഈ ഇസ്രായേൽ വരണമെന്നുള്ളതും യെരുശലേമിൽ പാർക്കണമെന്നുള്ളതും നേരെ മറിച്ച് യെരുശലേമിൽ പാർക്കുക മാത്രമല്ല, യെരുശലേമിൽ ഞാൻ പാർക്കുന്ന സമയത്ത് സാധാരണ ഇസ്രായേൽ മക്കൾക്കുണ്ടാകുന്നത് പോലത്തെ ഒരു പ്രത്യേകതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും. നിങ്ങൾക്കറിയാം, ഇസ്രായേലിൽ ഒരുപാട് മലയാളികൾ ജോലി എടുക്കുന്നുണ്ട്, ഒരുപാട് മലയാളികൾ ജോലിക്കായി വന്നിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നെല്ലാം ഞാനൊരു വ്യത്യസ്തയായിട്ടാണ് യെരുശലേമിൽ നിൽക്കുന്നത്. കാരണം ഞാൻ മലയാളികൾ ജോലി എടുക്കുന്നത് പോലെയോ മലയാളികൾക്കുള്ള ഒരു പ്രത്യേകത പോലെ
അല്ലെങ്കിൽ ഇവിടെ വന്ന് ജോലി എടുക്കുന്നവരുടേതായ ജോലിയുടെ രീതികൾ പോലെയൊന്നും അല്ല എന്റെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ. ദൈവത്തിന്റെ കൃപയാൽ ഇസ്രായേലിന്റെ അവകാശത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഏത് നേരവും നിങ്ങളോട് ലൈവ് ചെയ്യാനും ഏത് നേരവും നിങ്ങളുടെ അടുത്ത് വരാനും എവിടെ പോകാനും എന്താ പറയുന്ന എല്ലാം ഏത് സമയത്തും എപ്പോഴും നിങ്ങളുടെ ഒപ്പം ആയിരിക്കാൻ ഈ 5.5 വർഷക്കാലം കൊണ്ട് എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആശ്ചര്യത്തോടു കൂടി എല്ലാവരും കാണുകയാണ്, ഇവക്ക് ജോലിയൊന്നുമില്ലേ, ഇവിടെ ജോലിക്കൊന്നും പോകാറില്ല, ഏത് നേരം നോക്കിയാൽ ഇവിടെ പുറത്ത് കാണാം, അവിടെ കാണാം, ഇവിടെ കാണാം, മിക്കപ്പോഴും ലൈവിൽ കാണാം, അവിടെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിലുള്ള ജനം പോലും ആശ്ചര്യത്തോടു കൂടിയാണ് എന്നെ കാണുന്നത്. അപ്പോൾ ആ ശ്രേഷ്ഠത ഇസ്രായേൽ മക്കളെ എങ്ങനെ ലോകം ആശ്ചര്യത്തോടു കൂടി കാണുന്നോ ഇതേപോലെ തന്നെയാണ് ഇസ്രായേലിൽ താമസിക്കുന്ന എന്നെ ഈ ഇസ്രായേലിലുള്ള മലയാളികളും മറ്റുള്ളവരും ആശ്ചര്യത്തോടു കൂടി എന്നെയും കാണുന്നത്. അപ്പോൾ എനിക്കും ഇവരുടെ കൂട്ടത്തിലുള്ള അവകാശവും ആ വ്യത്യാസവും നിങ്ങൾ കണ്ടോ? അതാണ് ദൈവം, മഹത്വത്തിന്റെ ദൈവം അതാണ്. ദൈവത്തിന്റെ കരുതലും അതാണ്. ദൈവം തന്റെ മക്കൾക്ക് ഒരുക്കി കൊടുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല എന്ന് ദൈവവചനം പറയുന്നത് ചുമ്മാതെയാണോ പ്രിയ സഹോദരങ്ങളെ? എത്രത്തോളം മഹത്വമുള്ള ഒരു സമൂഹത്തിന്റെ ശ്രേഷ്ഠതയെ വർണ്ണിക്കുക എന്ന് പറയുന്നത് തന്നെ ആശ്ചര്യം തോന്നുകയാണ്. കൈകൾ, ശരീരം രോമാഞ്ചം കൊള്ളുകയാണ്. കാരണം ഞാൻ വായിച്ചറിഞ്ഞ അറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യെരുശലേം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബൈബിളിൽ വായിച്ച അറിവ്, എനിക്ക് ഇസ്രായേൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ വായിച്ച അറിവ്, എനിക്ക് യഹൂദന്മാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ വായിച്ച അറിവ്, അവരുടെ ശ്രേഷ്ഠത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബൈബിളിൽ വായിച്ച അറിവ്. പക്ഷെ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ നാട്ടിലായിരുന്ന സമയത്ത് ദൈവം എന്നോട് ഞാൻ യെരുശലേമിലേക്ക് നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വാസത്തോടുകൂടി അത് കാണുകയും ആ വിശ്വാസത്തോടുകൂടി ഞാൻ യെരുശലേമിന്റെ എല്ലാ ഭാഗത്തും കണ്ണുകൾ ഓടിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് തന്നെ യൂട്യൂബുകളിൽ ഇസ്രായേലിനെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും യഹൂദന്മാരെ കുറിച്ചും വീഡിയോകൾ കണ്ടുകൊണ്ടേയിരുന്നു. യഹൂദന്മാരുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാ ദൈവം യഹൂദന്മാരെ ഇത്രത്തോളം മാനിക്കുകയും യഹൂദന്മാരെ ഇത്രത്തോളം ആദരിക്കുകയും ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? യഹൂദന്മാരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, അവരുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവർ മുഖം വാടിയിരിക്കാറില്ല, അവർ വിഷമത്തോടിരിക്കാറില്ല. അവരുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങളിൽ ഇസ്രായേൽ മക്കൾ കരഞ്ഞ് നിലവിളിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. ഈ 60 ലക്ഷം വരുന്ന യഹൂദന്മാരെ ഹിറ്റ്ലർ കൊന്നൊടുക്കുവാൻ തക്കവണ്ണം ഹിറ്റ്ലറിന് ആഹ്വാനം കൊടുത്തത് ആരാണ്? ഹിറ്റ്ലറിന് ആഹ്വാനം കൊടുത്തത് പലസ്തീനിൽ അന്നുണ്ടായിരുന്ന പലസ്തീന്റെ ഇസ്ലാമിക ഖിലാഫറ്റ്, ഇറാഖിൽ തുർക്കിയിൽ ഇസ്ലാമിക ഖിലാഫറ്റ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ഇസ്ലാമിക ഖിലാഫറ്റ് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി പാടുപെട്ട അമീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരുത്തനാണെന്ന് പലസ്തീനിൽ രാജകുടുംബമായിരുന്ന കുടുംബത്തിന്റെ അവകാശിയായിരുന്നു കൊണ്ട് അവൻ ചെന്ന് എന്ത് ചെയ്യുകയാണ്? ഹിറ്റ്ലറിനെ കണ്ടുകൊണ്ട് യുദ്ധത്തിൽ ഞങ്ങൾ അറബ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് ജർമ്മനിയെ ഞങ്ങൾ സഹായിക്കാം, പക്ഷേ യഹൂദന്മാരെ കൊന്നുകളയണം, അവരെ പലസ്തീനിലേക്ക് മടക്കി അയക്കരുത് എന്നുള്ള വാദം അവിടെ വെച്ചത് ഈ വൃത്തികെട്ട ഒരുത്തനാണ്. അമീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചെറ്റയാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് ഹിറ്റ്ലറിന് ഇസ്രായേലിനെ നാട് കടത്തണം എന്നുള്ളതായിരുന്നു, യഹൂദന്മാരെ പലസ്തീനിലോട്ട് നാട് കടത്തണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. കാരണം അവരുടെ സ്വന്തം ദേശം പലസ്തീൻ, ഇസ്രായേലാണ്. മനസ്സിലായോ? അവരുടെ ഇസ്രായേലിലേക്ക് മടക്കി വിടണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ ഈ അമീർ ഹുസൈൻ എന്ന് പറയുന്നവൻ എല്ലാ അറബ് രാജ്യങ്ങളുടെയും സപ്പോർട്ട് പിടിച്ചു വെച്ചുകൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇസ്ലാമിക ഖിലാഫറ്റ് മടക്കി കൊണ്ടുവരണം, തുർക്കിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഇസ്ലാമിക ഖിലാഫറ്റ് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണം. അപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൽ ഞങ്ങൾ കൂട്ടമായ അറബ് രാജ്യങ്ങൾ ജർമ്മനിയെ സഹായിക്കാം, ജർമ്മനിയെ യുദ്ധത്തിൽ പങ്കാളികളാക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, യഹൂദനെ ഞങ്ങൾക്ക് തുടച്ചു തരണം, യഹൂദനെ ഞങ്ങൾക്ക് തീർത്തു തരണം, യഹൂദന്മാരെ മുച്ചൂട് മുടിക്കണം എന്ന് പറഞ്ഞു വിട്ടുന്ന സമയത്ത് ഇസ്രായേൽ യഹൂദന്മാരെ മുഴുവനെയും ഓട്ടിച്ചിട്ട് അവരുടെ സമ്പാദ്യം മുഴുവനെയും പിടിച്ചു പറിച്ചുകൊണ്ട്, അന്നാ ജർമ്മനിയുടെ സമ്പാദ്യം മുഴുവനും ആരുടേതായിരുന്നു? യഹൂദന്മാരുടെ ആയിരുന്നു. വൈരവ്യാപാരികളാണ് യഹൂദന്മാര്, വലിയ വലിയ ബിസിനസ് കമ്പനികളാണ് യഹൂദന്മാർക്കുണ്ടായിരുന്നത്. അവരുടെ സമ്പത്തുകളെ മുഴുവനെയും പിടിച്ചെടുത്തുകൊണ്ട് അവരെ ഒന്നിനും ഏതിനും ഇല്ലാതെയായി, കുഞ്ഞുങ്ങളടക്കം അവരെ പിടിച്ചുകൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ട് അടയ്ക്കുന്ന നേരത്തും യഹൂദന്മാർ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് അവരുടെ മക്കളെ, അവരുടെ കുഞ്ഞുമക്കളെ, അവരുടെ ഭാര്യമാരെ, അവരുടെ സഹോദരിമാരെ, അവരുടെ അമ്മയും അപ്പനെയും എല്ലാം ചുറ്റും ഇരുത്തിക്കൊണ്ട് അവർ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ മശിഹ വരും,
നമ്മുടെ മശിഹ വരും. നമ്മുടെ മശിഹ വരുന്നത് കൊണ്ട് നമ്മുടെ മശിഹയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. താമസിച്ചാലും നമ്മുടെ മശിഹ വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പാട്ടുകൾ പാടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ആനീമാമീൻ 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 ബയമോനോ ഷെലെമാം ബേവിയാ തമശിയാ ബേവിയാ തമശിയാ നിമാമീം വെയാൽ പാൽപി ഷിത്മമേയാ ഈം കോൾ സേ അനിമാമി. ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മശിഹ ഞങ്ങൾക്ക് വേണ്ടി വരിക തന്നെ ചെയ്യും. ഞങ്ങളുടെ പ്രത്യാശ മങ്ങിപ്പോയിട്ടില്ല. 2000 വർഷത്തോളം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ യെരുശലേം ദേവാലയത്തിന്റെ പരിസരവും ഞങ്ങളുടെ ഇസ്രായേലിന്റെ മണ്ണും ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തരിക തന്നെ ചെയ്യും. ഞങ്ങളുടെ വിശ്വാസം മങ്ങിപ്പോയിട്ടില്ല. ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ടുകൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. സത്യത്തിൽ ആ കോൺസ്റ്റന്റ് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടിയിലിരുന്നു കൊണ്ട് അവിടുത്തെ ഇസ്രായേൽ മക്കളുടെ യഹൂദന്മാർ പഠിപ്പിച്ച് തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ഒരു ഭാഗത്ത് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു, വലിയവരെ ഒരു ഭാഗത്ത് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു, അപ്പൂപ്പൻ അമ്മൂമ്മമാരെ ഒരു ഭാഗത്ത് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു, ഭാര്യമാരെ തങ്ങളുടെ മുമ്പിൽ വസ്ത്രമില്ലാതെ നഗ്നരാക്കിയിട്ട് ബലാത്സംഗത്തിനിരയാക്കുന്നു, അവരെ വെടിവെച്ച് കുഴികളിൽ കൊണ്ടിട്ട് കൊന്നുകളയുന്നു. കുഞ്ഞുങ്ങൾ കാണുകെ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുചെല്ലുന്ന സമയത്ത് ഗ്യാസ് ചേംബറിനകത്ത് കുത്തിക്കയറ്റി നിങ്ങളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നു എന്നുള്ള വ്യാജേനെ അവരെ കുത്തി തള്ളിക്കയറ്റിയിട്ട് അവരെ പച്ച മാംസങ്ങളെ ഇട്ട് അവിടെ കത്തിച്ചു കളയുകയാണ്. ഗ്യാസ് ചേംബറുകളിലിട്ട് അവിടെ ഓക്സിജൻ ഗ്യാസ് വാതകം കൊടുത്തിട്ട് അവരെ കൊന്നൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമൂഹം തകർന്നു പോകേണ്ടതാണ്, ഒരു ട്രോമ വരേണ്ടതാണ്, ആ സമൂഹത്തിന്റെ തലച്ചോറുകൾ മരവിച്ചു പോകേണ്ടതാണ്. പ്രിയ സഹോദരങ്ങളെ, 60 ലക്ഷത്തോളം വരുന്ന യഹൂദന്മാർ കൂട്ടക്കൊലയ്ക്ക് അവർ ഇരയാക്കപ്പെട്ടപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് എല്ലാമാണ്. അവരുടെ അമ്മമാരെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു പോയ, ഒന്നിനും വകയില്ലാതെ ഒറ്റയ്ക്കായി ഒരു കുടുംബത്തിൽ ഒരു അപ്പനൊറ്റയ്ക്കാകും, അല്ലെങ്കിൽ അമ്മയൊറ്റയ്ക്കാകും, ഒരു മകനൊറ്റയ്ക്കാകും, ഒരു മകൾ ഒറ്റയ്ക്കാകും. ഇങ്ങനെ എല്ലാം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന് വരേണ്ടത് എന്താണ് ഈ ലോകത്ത്? ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിന് വരേണ്ടത് നഷ്ടങ്ങൾ മാത്രമാണ്. അവരുടെ തലച്ചോറുകൾ മരവിച്ചു പോകുകയാണ് വേണ്ടത്, അവർ താളടിയായി പോകുകയാണ് വേണ്ടത്. പക്ഷേ ഇസ്രായേലിന്റെ പരിപാലകൻ അവരോട് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇസ്രായേലിനെ വെട്ടിയിട്ടാലും ഒരു കുറ്റി ശേഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെട്ടിയിട്ട കുറ്റി ഇന്ന് ശേഷിച്ചിരിക്കുന്നതിന്റെ ഒരു തെളിവാണ് ഇന്ന് ശത്രു രാജ്യങ്ങൾ വിറയലോടുകൂടിയും ഭയത്തോടുകൂടിയും ഇനി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കയ്യിലെടുക്കണോ വേണ്ടയോ, തൊടണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ട് ആകുലതപ്പെട്ട് ഇസ്രായേൽ അറബ് രാജ്യങ്ങളെല്ലാം പേടിച്ച് അമ്പരക്കുകയാണ്. അതിന് ദൈവം കാരണക്കാരൻ. ഇസ്രായേൽ മക്കളുടെ ഒപ്പം ഇരിക്കുന്നത് ആരാന്നറിയാമോ? യൂഥേ വൗഖേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഇസ്രായേൽ മക്കളെ പിടിച്ചുകൊണ്ട് പോകാനോ, ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാനോ ആർക്കും കഴിയത്തില്ല. ഇസ്രായേലിനെ വെട്ടിയിടട്ടെ, തീർത്ത് കളയട്ടെ. ഒരു കുറ്റി മതിയടാ പൊങ്ങി വരാൻ. ഇസ്രായേലിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു കുറ്റി മതി എന്നേ ഇസ്രായേലിനെ നിലനിർത്താനും, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉറപ്പിനും ശക്തിക്കും ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നതിന് ദൈവം അത്രയ്ക്കും മതി. ദൈവം വചനത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമില്ലേ? എന്താണ് പറയുന്നത്? നരകത്തിലേക്കുള്ള വഴി വീതിയേറിയതും വിശാലതയേറിയതും അതിലേക്ക് കടക്കുന്നവർ അനേകരാകുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളത്, അതിലേക്ക് നടക്കുന്ന ചുരുക്കം അത്രേ. അപ്പോൾ ദൈവത്തിന് ചുരുക്കം ജനത്തെയാ വേണ്ടത്, അല്ലാതെ വലിയൊരു ആൾക്കാരെ കൂട്ടിക്കൊണ്ട് കർത്താവ് അങ്ങോട്ട് പോകാനൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ചുരുക്കമായ ജനത്തെയാണ് ദൈവത്തിന് വേണ്ടത്. ആ ചുരുക്കം ജനത്തിനോടൊപ്പം ദൈവം ഇന്നും നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് ദൈവത്തിന്റെ കരമാണ്, ഇത് ദൈവത്തിന്റെ രാജ്യമാണ്, ഇത് എന്റെ വിശുദ്ധ നഗരം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ. അല്ലാതെ ഇത് കേവലം മനുഷ്യർ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഒരു രാജ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റുപറ്റി.
ഇത് കർത്താവിന്റെ ആലയം വസിച്ചിരുന്ന, കർത്താവിന്റെ കാല് പതിഞ്ഞ് ഇസ്രായേലിന്റെ മണ്ണാണ്. സ്വർഗത്തിലെ ദൈവം, സകലത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവ് ഭൂമിയിൽ ഇറങ്ങി വരണമെന്ന് ആഗ്രഹിച്ചപ്പോഴും ആഗ്രഹിച്ചു വന്നത് ഇസ്രായേൽ മണ്ണിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അല്ലാതെ അറബ് രാജ്യങ്ങളിലും അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുമല്ല കർത്താവ് പോയത്. ഇസ്രായേലിൽ കാലുകുത്തി യെരുശലേമിലാണ് കർത്താവിന്റെ ബെത്മിഗ്ദാഷ് എന്ന് പറയുന്നത്. യെരുശലേം ദേവാലയത്തിന് പറയുന്ന പേരെന്താണെന്നറിയാമോ? ബെത്മിഗ്ദാഷ്. ബെത്മിഗ്ദാഷ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭവനം എന്നാണ്. അപ്പോൾ നമ്മൾ രാജ്യത്തിന് അടുത്ത രാജ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ഔട്ട് ഹൗസ് പണിയും. ഔട്ട് ഹൗസ് പണിയുന്നതിനാ വല്ലപ്പോൾ കൂടി നമുക്കൊന്ന് വിസിറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ അവിടെ പോയി വിസിറ്റ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന് ഭൂമിയിൽ വന്ന് തന്റെ ജനത്തോട് പാർക്കണമെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം വരുന്നത് ആകെ യെരുശലേമിൽ മാത്രമാണ്. ആ മണ്ണിലാണ് ഞാൻ ചവിട്ടി നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഇറ്റ്സ് അമേസിങ്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പ്രിയ സഹോദരങ്ങളെ. ആ മണ്ണിലാണ് ഞാൻ ചവിട്ടി നിൽക്കുന്നത്. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് ഉലാത്തിയ മണ്ണ്. ഒന്ന് ആലോചിച്ച് നോക്കി. യെരുശലേമിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എത്രയെത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ലെന്നറിയാമോ നിങ്ങൾക്ക്? പറഞ്ഞു തീർക്കാൻ വാക്കുകളില്ല. യെരുശലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലം കൈ മറന്നു പോകട്ടെ. യെരുശലേമേ, ഞാൻ എന്റെ സന്തോഷങ്ങളിൽ മുഖ്യ സന്തോഷമായി ഞാൻ നിന്നെ ഓർക്കാതിരുന്നു കഴിഞ്ഞാൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ യെരുശലേമിന്റെ മഹത്വത്തെ വർണ്ണിക്കാൻ പോയാൽ ഒത്തിരിയേറെ ഉണ്ടെന്നേ. ഈ ലോകത്ത് ഇത്രത്തോളം ജനം കേട്ടിട്ടുള്ള ഒറ്റ പേരേ ഉള്ളൂ യെരുശലേം. ലോകം മുഴുവനും കേട്ടിട്ടുള്ള ഒരു പേരേ ഉള്ളൂ യെരുശലേം എന്ന് പറയുന്ന. ലോകത്തിലെ ഏതെങ്കിലുമൊക്കെ രാജ്യമുണ്ടെങ്കിൽ ആരെങ്കിലും അറിവുള്ളവർക്ക് അറിയുമായിരിക്കും. പക്ഷെ യെരുശലേം എന്ന് പറയുന്നത് ലോകത്തിലെ സകലമായ ജനത്തിനും അറിയാവുന്ന ഒരു അറിവാണ് യെരുശലേം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര മനോഹാരിതയേറിയതാണ്. ദൈവത്തിന്റെ വാക്തത്വങ്ങളും പ്രവചനങ്ങളും ഒന്നും നിവൃത്തിയാകാതെ പോകത്തില്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടിയും വളരെ ഉല്ലാസത്തോടു കൂടിയുമാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. ഈ 60 ലക്ഷത്തോളം യഹൂദന്മാരെ കൊന്നൊടുക്കിയും എല്ലാം കഴിഞ്ഞും അവർ തകർന്നു പോയി. അവരെ ഇനി ഒരിക്കലും നമുക്ക് വേരോടെ പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിൾക്കത്തില്ല എന്നാണ് ഈ പൊട്ടന്മാർ വിചാരിച്ചത്. ഈ പൊട്ടന്മാർ വിചാരിക്കാൻ കാരണം ഇവര് വിചാരിച്ചു ഇസ്രായേൽ എന്ന് പറയുന്ന ജനം, യഹൂദന്മാരെന്ന് പറയുന്നവർ, സാധാരണ ഈ ലോകത്ത് എത്രയോ ട്രൈബ്സ് നഷ്ടപ്പെട്ടു പോയി. സാധാരണ ഈ ലോകത്ത് എത്രയോ ആളുകൾ അധംപതിച്ചു പോയി, നിലംപരിചായി പോയി. അവരുടെ പേരുകൾ പോലും ഇന്ന് കാണാനില്ല. അതുപോലെ ഏതോ ഒരു ട്രൈബ്സ് ആണ്, ഏതോ ഒന്നാണ്. അതുപോലെ ഈ വേരോടുകൂടി ഇവരെ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിരിച്ചു വരത്തില്ല എന്നാണ് ലോകം മുഴുവനും ചിന്തിച്ചതും വിധി എഴുതിയതും. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇസ്രായേലിനെ ദൈവം പരിപാലിക്കുന്നത് കൊണ്ട് അവരുടെ ഉള്ളിൽ ഇസ്രായേലിന് പ്രമാണം ദൈവം കൊടുത്തിട്ടുണ്ട്. പുതിയ നിയമം എന്നൊരു പ്രമാണം ഇസ്രായേൽ മക്കൾക്കും യഹൂദാ ഗൃഹത്തിന്മേലും ഇസ്രായേൽ ഗൃഹത്തിന്മേലും ഞാൻ എന്റെ പുതിയ നിയമത്തെ ആക്കി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഫിലിപ്പിക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ സന്തോഷിപ്പിൻ പിന്നെയും നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറയുന്ന ഒരു വാക്യം ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പുതിയ നിയമം അവരുടെ ഉള്ളിലാക്കി വെച്ചപ്പോൾ, ഇസ്രായേൽ ഗൃഹത്തിന്മേലും യഹൂദാ ഗൃഹത്തിന്മേലും ആ പുതിയ നിയമം ആക്കി വെച്ചപ്പോൾ ആ പുതിയ നിയമത്തിലെ ആ വാക്യമുണ്ടല്ലോ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളുടെ ആ ഹൃദയത്തിന്റെ പ്രമാണം അവർക്ക് സന്തോഷം പകർന്നു കൊടുത്തത്. ആ ഹൃദയത്തിൽ എഴുതിയ പ്രമാണം അവരെ ആനന്ദത്തിൽ വഴി നടത്തുന്നത്. അതുകൊണ്ടാണ് വേദന വരുമ്പോഴും ദുഃഖം വരുമ്പോഴും നിങ്ങൾ യഹൂദന്മാരെ നോക്കിയേ, അവർ നൃത്തത്തോടു കൂടിയും ആനന്ദത്തോടു കൂടിയും എപ്പോഴും അവർ സഞ്ചരിക്കുന്നവർ. അതുകൊണ്ടാണ് മിത്സ്വാ കദോള ലിയോത് ബസിംഹ ലിയോത് ബസിംഹ תמיד מצווה גדולה להיות בשמחה, להיות בשמחה תמיד. מצווה גדולה להיות בשמחה, מצווה גדולה להיות בשמחה, להיות בשמחה תמיד. מצווה גדולה, ഏറ്റവും വലിയ മിത്സ്വ ഏതെന്നറിയാമോ? ഏറ്റവും വലിയ നന്മ പ്രവൃത്തി എന്താണെന്നറിയാമോ? നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. ലിയോത് ബസിംഹ, സന്തോഷിക്കുക. അതുകൊണ്ട് യഹൂദന്മാര് എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, എന്ത് പ്രയാസം നേരിട്ടാലും അവർ സന്തോഷത്തോടും ആനന്ദത്തോടും അതിനെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ്, അത് നേരിടുന്നത് കൊണ്ടാണ് ഇന്ന് ദൈവം അവരുടെ ഒപ്പം ഇരുന്നുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നത്? വഴി നടത്തുന്നത്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇസ്രായേലിനെ ഒരു കാലത്തും ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല.
ദൈവത്തിന്റെ ജനത്തെ കൈവെക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരുത്തൻ ജനിച്ച് വരണം. അതിനൊറ്റയാക്കേ പറ്റത്തുള്ളൂ. അത് മശിയയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല. ദൈവം അടിക്കും, അത് ദൈവത്തിന് അടിക്കാൻ തോന്നും. ദൈവം തന്റെ മക്കളെ ശിക്ഷിക്കും, തന്റെ മക്കളെ സ്നേഹിക്കും. അത് അപ്പന് മക്കളോടുള്ള കരുണയാണ്. മക്കളെ കുരുത്തക്കേട് കാണിച്ചാൽ അപ്പന്മാരടിക്കും. അത് അങ്ങനെ തന്നെയാണ് പൊതുവെ. അല്ലാതെ വേറൊരുത്തിനെ കൈവയ്ക്കാൻ തന്തമാര് വിടത്തില്ലെന്നേ. ഇത് തള്ളാഹുവിനെ കണ്ടില്ലേ? തള്ളാഹു കണ്ടം വഴി ഓടും. വലിയ കാര്യത്തോടു കൂടി തള്ളാഹു വീഴവാദം പറയും. ഞാൻ ഇസ്രായേലിനെ തോൽപ്പിച്ചിട്ട് നിങ്ങളുടെ ഒപ്പമാണ് ഞാനിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നവന്മാര് എന്തോ പറയുന്നത്, എനിക്ക് വേണ്ടപ്പെട്ടവന്മാരല്ല, അങ്ങനെയാണ്, ആനയാണ്, പൂനെയാണ്, നിങ്ങളോണ് എന്റെ ശ്രേഷ്ഠജനം, നിങ്ങളെന്റെ അടിമകളാണ്, ഞാൻ പറയുന്നത് കേട്ടോളീൻ, തള്ളാഹു കാത്തോളീൻ എന്ന് പറയുന്ന കണക്ക് തള്ളാഹു തള്ളി മറിച്ചതും കേട്ടിട്ട് വിചാരിച്ചു, തള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടല്ലോ, തള്ളാഹുവാണല്ലോ കാരുണ്യവാന്, തള്ളാഹുവിന്റെ കയ്യിലാണല്ലോ യുദ്ധം ഇരിക്കുന്നത്, തള്ളാഹു വിചാരിച്ച തള്ളി മറിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തള്ളാഹുവെ എന്ന് താങ്ങി മറിക്കുന്നവന്മാരെല്ലാം തള്ളാഹുവിന്റെ വാക്കും കേട്ടിട്ടാണ് ഈ പോയി ഇസ്രായേലിനെ മാന്തി കൊടുക്കാൻ ചൊറിയാൻ പോകുന്നത്. അപ്പോഴത്തേക്കും മനസ്സിലായോ? ഇസ്രായേലിനെ താങ്ങിക്കൊടുക്കാൻ വേണ്ടി ചൊറിഞ്ഞാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഇസ്രായേൽ ആദ്യം കണ്ടം വഴി ഓടിക്കുന്ന ആരെയാണെന്നറിയാമോ? തള്ളാഹുവിനെയാ. അതിന്റെ കൂട്ടത്തിൽ നിന്ന് തള്ളാഹുവും ഓടും. തള്ളാഹുവിന്റെ കൂട്ടൻ സുഡാപ്പിക്കുട്ടൻ മുഹമ്മദ് കാമഭ്രാന്തനും കൂടി ഓടും. ഇവർ രണ്ടുപേരും ഓടിക്കഴിയുമ്പോഴത്തേക്കും എവിടെടാ ഓടി, എങ്ങോട്ടടാ ഓടി എന്ന് പറഞ്ഞിട്ട് അവന്മാർ കണ്ടം ഓടുമ്പോൾ തന്നെ മായ്ച്ചു കളഞ്ഞിട്ടാ പോകുന്നത്. ഈ കണ്ടം വഴിക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ഏതെങ്കിലും കണ്ടം വെട്ടി ഓടിക്കുമോ എന്ന് പറഞ്ഞിട്ടാ തള്ളാഹുവും മുഹമ്മദ് കാമഭ്രാന്തനും കൂടി ഓടുന്നത്. ഇവർ രണ്ടുപേരും ഓടുന്ന ഓട്ടം കാരണം പാവം പിടിച്ച ജനമെല്ലാം പിന്നെ വഴിയാധാരമാകും. പിന്നെ എല്ലാവരും അടികൊണ്ട് ചാകുകയോ മോങ്ങുകയോ എന്ത് വേണമെങ്കിലും ജനത്തിനാകാം എന്നുള്ള അവസ്ഥ ഉണ്ടാക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു ഗതികേട് പിടിച്ച ഒരു ജനത ലോകത്ത് വേറെ ഒരിടത്തും ഇല്ലെന്ന് വേണം പറയാനായിട്ട്. എന്നിട്ടും തള്ളിനൊരു കുറവുമില്ല ഇവന്മാർക്ക്. നാണം കെട്ടവന്മാര് ഒരു തള്ളി മറയ്ക്കുന്നതിന് ഒരു കുറവുമില്ലാണ്ടിരിക്കുകയാണ്. ഇത്രയെല്ലാമായി അടിയുണ്ടാലും തള്ളിനൊരു കുറവുമില്ലാതിരിക്കുന്ന ഒരു വിവരം കെട്ട കൂട്ടരാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. സന്തോഷം കാരണം നമ്മൾ വിളിക്കുന്ന ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ് വേണമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വിളിക്കുമ്പം ഒരു സ്റ്റാൻഡേർഡ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡോടുകൂടി സത്യത്തിൽ നമുക്ക് ഒരു മിനിറ്റ് പുറത്തിറങ്ങാനുള്ള ഓക്കെ. ഓക്കെ, അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മൾ വിളിക്കുന്ന ദൈവം ആരാണെന്നുള്ളൊരു ബോധം, ദൈവത്തിൻ്റെതായ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡൊക്കെ വേണ്ടേ? ആ കാലം മുതൽ ഈ കാലം വരെയും ഇസ്രായേലിനെ ചൊറിയാൻ കൂട്ടമായിട്ട് നിന്നിട്ട് പോലും ഒരുത്തിനും കഴിയുന്നില്ലെന്നുള്ളതാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കാലം മുതൽ ഈ കാലം വരെയും ഇസ്രായേലിനെ ചൊറിയാൻ ഒരുത്തിനും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവമായ കാര്യം. അപ്പോൾ ഇതുവരെയും നടത്തിയ ആ സർവശക്തനായ ദൈവത്തിന്റെ ചിറകടിയിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയാം. നന്ദിയല്ലാതെ ഒന്നുമില്ല. നഞ്ചി നഞ്ചിയപ്പാ அளவில்ல அன்பிற்காக நன்றி நன்றி அப்பா, அளவில்ல அன்பிற்காக நன்றி நன்றி அப்பா.
அளவில்லா அன்பிற்காக நன்றி நன்றி அப்பா. അപ്പോൾ എന്തായാലും പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എല്ലാം ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹദാസ എൻകരേം എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിനകത്ത് പണിയെടുക്കുന്നത് തുലുക്കന്മാര്, ഇവിടെ വന്ന് ചികിത്സ മേടിക്കുന്നത് തുലുക്കന്മാര്. ഇസ്രായേലിന്റെ സകല നന്മകളും അനുഭവിച്ചിട്ട് ഈ നന്ദി കെട്ടവന്മാര് ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇസ്രായേലിന് കാലുവാരും. മനസ്സിലായോ? പലസ്തീന് വല്ല കറൻസിയും ഉണ്ടോ? ഈ വിവരം കെട്ടവന്മാർക്ക് കറൻസി ഉണ്ടോ? ഇവർക്ക് ജോലി കൊടുത്ത്, ഇവർക്ക് വീട് കൊടുത്ത്, ഇവർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുത്ത്, ഇവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത്, ഇവരെ തീറ്റിച്ച് ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഇസ്രായേൽ ഈ ഒരു യഹൂദനെ അറബ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പാർപ്പിക്കുമോ? ഒരു യഹൂദനെ അറബ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു അറബ് രാജ്യങ്ങളിൽ ഒരു യഹൂദന് ഒരു ജോലിയുമാര് കൊടുക്കുമോ? ഒരു യഹൂദൻ ഉണ്ടെങ്കിൽ അവനെ അടിച്ച് കണ്ടം വഴി ഓടിക്കത്തില്ല, അവനെ കൊന്ന് കുഴിച്ചുമൂടത്തില്ല ഈ വിവരം കെട്ട വൃത്തികെട്ടവന്മാര്, ചേറ്റകള്. ഈ പന്നിക്കുണ്ടായവന്മാർ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. ഒരു യഹൂദനെ ഇവന്മാരുടെ അറബ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കയറ്റിയിരുത്തി താമസിപ്പിച്ച് ഒരു ഉന്നത പദവിയിൽ ഇരുത്തുമോ? ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കുമോ? അത്രയും പാകമൂർത്ത വൃത്തികെട്ട മൂർഖൻ പാമ്പിനേക്കാളും കഷ്ടമായിട്ടുള്ള പന്നിക്കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ, അണലികള്, ചെറ്റകള്. പക്ഷെ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ഈ നന്മയുള്ള മനസ്സായത് കൊണ്ടാണ് മനുഷ്യർക്കും മനുഷ്യരായി ഇവരെ കാണുന്നത്. ഇവരോട് വെറുപ്പും വൈരാഗ്യവും തോന്നാൻ തക്കവണ്ണം തോറയിലെ ദൈവം ഇവരെ മനുഷ്യരായിട്ട് കാണാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്, മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പഠിപ്പിച്ചിരിക്കുന്നത്. നിന്റെ വീട്ടിൽ താമസിക്കുന്ന പരദേശിയാകട്ടെ, നിന്റെ ദേശത്ത് വന്നു പാർക്കുന്നവൻ ഒരു പരദേശിയാണെങ്കിൽ അവനെ നിന്റെ വീട്ടിലുള്ളവനെ പോലെ സൽക്കരിക്കണമെന്ന് പഠിപ്പിച്ചിരിക്കുന്ന തോറയുടെ നിയമം കാരണമാണ് ഇസ്രായേൽ മക്കൾ ആ ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ് ഇവർ അന്യ നാട്ടിൽ നിന്നും സിറിയയിൽ നിന്നും ലെബനോണിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നുമെല്ലാം വന്ന് കിടന്ന പരദേശികളാണ് ഈ രാജ്യത്ത്. തോറയിലെ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് പരദേശികളെ നിങ്ങൾ ആദരിക്കണമെന്നാണ്. അവർക്ക് നിങ്ങൾ വസ്ത്രവും ആഹാരവും പാർപ്പിടവും കൊടുത്ത് നിങ്ങളെപ്പോലെ അവർ സംരക്ഷിക്കണമെന്നാ തോറയിലെ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ അവരെ ഇന്നും ഇവിടെ ഇരുത്തി ആഹാരം കൊടുപ്പിക്കുന്നതും ജോലി കൊടുപ്പിക്കുന്നതും അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് തുല്യമായി തന്നെ വീതിച്ചു കൊടുക്കുന്നതും. അതാണ് ഇസ്രായേലിന്റെ മഹത്വവും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും എന്ന് പറയുന്നത്. പക്ഷെ കാട്ടറബി സുടുക്കൾ എന്ന് പറയുന്ന വൃത്തികെട്ട കാട്ടുകഴുതകളുടെ മഹത്വം എന്താണെന്നറിയാമോ? തൂറാന്റെ മഹത്വം. തള്ളാഹു എന്ന് പറയുന്ന ആ കാമം പിടിച്ച സാത്താൻ എഴുതി വെച്ച തൂറാന്റെ കഥയനുസരിച്ച് കാണുന്ന ഇസ്രായേലിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പാഠം കാരണമാണ് യഹൂദനെ കാണുമ്പോഴേ ഇവന്മാർക്ക് വൈരാഗ്യം, യഹൂദനെ കൊന്നു തിന്നാനുള്ള ദേഷ്യം. യഹൂദനെ കാണുമ്പോൾ വൈരാഗ്യവും യഹൂദനെ കൊന്നു തിന്നാനുള്ള ദേഷ്യവും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ആ ഒറ്റ കാരണം കൊണ്ടാണ്. ഇനിയെങ്കിലും മനസ്സിലാക്ക്, സാത്താൻ ആരാണ്? ദൈവത്തിന്റെ ക്വാളിറ്റിയും സാത്താന്റെ ക്വാളിറ്റിയും ഇതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവന് മനസ്സിലാകുമല്ലോ. കാട്ടുകഴുതകൾക്ക് എങ്ങനെ മനസ്സിലാകും? അപ്പോഴും തൂറാന്റെ പൊത്തകവും പിടിച്ചു വെച്ചുകൊണ്ട് കാട്ടുകഴുതകൾ പറയും എന്തുവാ, ഈ ക്രൂരനും വൃത്തികെട്ടവനും ആഭാസനുമായവനെ പിടിച്ച് ദൈവമാക്കുന്ന വിവരം കെട്ടവന്മാരല്ലേ? ക്രൂരനും ആഭാസനും വൃത്തികെട്ടവനുമായവനെ ദൈവമാക്കി വെച്ചുകൊണ്ട് അവിടെ വേശ്യാലയം കെട്ടിക്കൊടുത്ത് വെച്ചിട്ടുണ്ട്. കാവാലയെന്ന് ഡാൻസ് ആടിക്കൊണ്ട് രാത്രി നേരത്ത് പൂജയിൽ ഡണ്ടക്ക് ആട്ടാടിക്കൊണ്ടിരിക്കുന്നവനെ കണ്ടോണ്ട് ദൈവം പോലും ചെകുത്താന്മാര് അവന്റെ വാക്കും കേട്ടിട്ടാ ഈ പന്നിക്കൂട്ടങ്ങൾ കിടന്ന് അഴിഞ്ഞാടുന്നത്. സത്യം പറഞ്ഞാൽ അറപ്പും വെറുപ്പും തോന്നും ഇവന്മാരെ ഓർക്കുമ്പോൾ. ഈ വൃത്തികെട്ടവന്മാരെ, ഈ മത തീവ്രവാദികളെ, ഈ കാമം പിടിച്ച് നടക്കുന്നവന്മാരെ, 72 കൂറിയ ഇന്നും മനസ്സിൽ ധ്യാനിക്കുന്ന ഏതെങ്കിലും ചെറ്റകളുണ്ടെങ്കിൽ ഇവന്മാരോടെല്ലാം വെറുപ്പും അറപ്പുമാണ് എനിക്ക് തോന്നുന്നത്. 72 കൂറിയും ഓർത്ത് കിടക്കുന്നത്. അല്ലാത്ത മുസ്ലിങ്ങിനെ കുറിച്ച് എനിക്ക് പ്രശ്നമില്ല, 72 കൂറിയില്ലാതെ ജീവിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ ഹൂറിയെയും തൂറിയെയും നോക്കിക്കൊണ്ടിരിക്കുന്നവന്മാരാണ് പ്രശ്നക്കാരന്മാര്. അവന്മാരാണ് ഇസ്രായേലിന് ആപത്ത്, അവന്മാരാണ് ലോകത്ത് മുഴുവനും ആപത്ത്. ഓടി ഓടി എല്ലാം ചത്തു. അതേ അനു ജോർജ്,
എല്ലാം ചത്തു. ഇനി ജീവനോടൊരുത്തനും ബാക്കിയില്ല. കാരണം ഹിസ്ബുള്ള തീവ്രവാദിയുടെ സകല നേതാക്കന്മാരെയും ഇസ്രായേൽ തീർത്തു. കരഞ്ഞു കരഞ്ഞ് കേരളത്തിലെ ഹമാസ് തീവ്രവാദികളും ഹമാസ് കുഞ്ഞുങ്ങളും ഹിസ്ബുള്ള കുഞ്ഞുങ്ങളും ഒക്കെ കരഞ്ഞ് 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 ഒരു പരുവത്തിലിരിക്കുക. ആരെങ്കിലും ഒന്ന് സഹായിക്കൂ, ആരെങ്കിലും ആ നിലവിളി ശബ്ദമിടൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും സഹോദരങ്ങളെ, ഒരു മിനിറ്റ്, ഞാൻ ഒരു മിനിറ്റ്, ഞാനൊന്ന് അകത്തോട്ട് കയറട്ടെ. നല്ല രസമല്ലേ? വാവ്. ഞാൻ വിചാരിച്ചാൽ പെണ്ണുമ്പോൾ എന്നെ നോക്കി ചിരിക്കുന്നത്, അവർ കണ്ടപ്പോൾ എന്നെ നോക്കി ചിരിക്കുന്നതൊക്കെ എന്നെ ഇരിക്കുക. ഈ അടിപൊളി പിക്ചർ. ഒരു മിനിറ്റ്. സൂപ്പർ അല്ലേ? ഒരു ഐസ് കഫേ ഉണ്ടല്ലോ ഇവിടെ. ഇവിടുന്ന് ഒരു ഐസ് കഫേ കുടിച്ചാലോ? സഹോദരങ്ങൾ എന്നാ പറയുന്നു? ഇവിടുന്ന് ഒരു ഐസ് കഫേ കുടിച്ചാലോ? ഞാൻ ഇവിടുന്ന് ഒരു ഐസ് കഫേ കുടിച്ചാലോ? എന്നാ പറയുന്നു? ഐസ് കഫേ, ഐസ് കഫേ, ഐസ് കഫേ, ഐസ് കഫേ. ഐസ് കഫേ കുടിക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇവിടുന്ന് ഞാനൊരു ഫ്രൂട്ട്സ് വേണ്ടാന്ന് ഐസ് കഫേ കുടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ